ഹായ് സുഹൃത്തുക്കളെ, മലബാർ സഫാരിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന കോഴിക്കോട് പഴശ്ശിരാജ പുരാവസ്തു മ്യൂസിയത്തിന്റെ വിശേഷങ്ങളുമായാണ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ മാത്രമേ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം. ഈ കാണുന്നതാണ് പഴശ്ശിരാജ പുരാവസ്തു മ്യൂസിയം. മനോഹരമായ ഉദ്യാനങ്ങളും കുട്ടികൾക്കായുള്ള പ്ലേ ഏരിയകളും വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടം. ഇതാണ് പഴശ്ശിരാജ മ്യൂസിയത്തിന്റെ കെട്ടിടം. മ്യൂസിയം സജ്ജീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഒരു കാലത്ത് ഹിസ്റ്ററിക്കൽ ബംഗ്ലാവ് എന്നും കളക്ടേഴ്സ് ബംഗ്ലാവ് എന്നും അറിയപ്പെട്ടിരുന്നു. ടിപ്പു സുൽത്താന്റെ നേതൃത്വത്തിലുള്ള മൈസൂർ സൈന്യം കൈവശപ്പെടുത്തിയ മലബാർ അധിനിവേശ കാലത്ത് 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിട്ടുകൊടുത്തു. ബ്രിട്ടീഷുകാർ മലബാറിന്റെ മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലുള്ള ഒരു ജില്ലയാക്കി മാറ്റി. 1855 HV കനോലി എന്ന കളക്ടർ കൊല്ലപ്പെടുന്നതുവരെ മലബാറിലെ കളക്ടർമാർ താമസിച്ചിരുന്നത് വെസ്റ്റ് ഹിൽ ബംഗ്ലാവിൽ ആയിരുന്നു. അതിനുശേഷം കളക്ടറേറ്റ് ഹിസ്റ്ററിക്കൽ ബംഗ്ലാവിലേക്ക് മാറ്റുകയും തുടർന്ന് ഇത് കളക്ടേഴ്സ് ബംഗ്ലാവ് എന്ന് അറിയപ്പെടുകയും ചെയ്തു. തുറസായ വരാന്തകളും ഉയർന്ന മേൽക്കൂരയും വായു സഞ്ചാരം സുഗമമാക്കുന്നതിന് വലിയ ജനലുകളും ഒക്കെയുള്ള ഈ കെട്ടിടം തനതു കേരളീയ വാസ്തു ശൈലിയും കൊളോണിയൻ കെട്ടിട നിർമ്മാണ ശൈലിയും ഇഴചേർന്ന ഒരു നിർമ്മിതിയാണിത്. മ്യൂസിയത്തിൽ ആദ്യം നമുക്ക് കാണാൻ കഴിയുക കേരളത്തിലെ ശിലായുഗ സംസ്കാരത്തിന്റെ ബാക്കി പത്രങ്ങളാണ്. ലോഹം കണ്ടെത്തുന്നതിന് മുമ്പുള്ള മനുഷ്യന്റെ സാംസ്കാരിക ഘട്ടങ്ങളെ പൊതുവെ ശിലായുഗം എന്ന് വിളിക്കുന്നു. കല്ലുകൊണ്ടുള്ള ആദ്യത്തെ ആയുധത്തിന്റെ നിർമ്മാണത്തോടു കൂടി ആരംഭിക്കുന്ന ശിലായുഗം ചെമ്പിന്റെ ആദ്യത്തെ ഉപയോഗത്തോടു കൂടിയാണ് അവസാനിക്കുന്നത്. ശിലായുഗത്തെ പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നിങ്ങനെ മൂന്നായി തിരിക്കാം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് കോളനി ഉദ്യോഗസ്ഥർ സർവേകളിലൂടെയും പര്യവേഷണങ്ങളിലൂടെയും ഉൽഖനനങ്ങളിലൂടെയും ചരിത്രാതീത കാല പുരാതത്വ ശാസ്ത്ര ലോകത്തേക്ക് കാൽവെപ്പുകൾ നടത്തി. 1861 മികച്ച ഭൗമശാസ്ത്രകാരനും ചരിത്രാതീതകാല പഠിതാവുമായ റോബർട്ട് ബ്രൂസ് വുഡ് മദ്രാസിനടുത്തുള്ള വല്ലാരത്തെ ചരൽ കുഴിക്കുന്നതിൽ നിന്ന് ആദ്യത്തെ പ്രാചീന ശിലായുഗം കണ്ടെത്തി. അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ പുരാതത്വ പഠനങ്ങളിൽ താൽപര്യനായ കോളനി ഉദ്യോഗസ്ഥരിൽ അന്വേഷണ ത്വര ഉയർത്താൻ സഹായകരമായി. 1891 ഫിലിപ്പ് ലേക്കാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി ശിലായുധം കണ്ടെത്തുന്നത്. പാലക്കാട് ചുരത്തിന്റെ ഭൗമശാസ്ത്ര ഭൂപടം തയ്യാറാക്കുന്ന അവസരത്തിലാണ് കന്യാക്കോട് മലയിൽ നിന്ന് അദ്ദേഹത്തിന് ശിലായുധം ലഭിക്കുന്നത്. പെയിൻ ഗ്രാനുലേറ്റ് എന്ന കല്ലിൽ നിർമ്മിച്ച നവീന ശിലായുഗത്തിലെ മിനുക്കിയ കന്മയായിരുന്നു അത്. 1932 KRU റോഡ് ചേവായൂരിൽ നിന്ന് മധ്യശിലായുഗത്തിലെ ആയുധങ്ങൾ കണ്ടെത്തി. കൊളോണിയൽ ഉദ്യോഗസ്ഥർ തുടങ്ങിവെച്ച അന്വേഷണങ്ങൾ കോളനി ഭരണത്തിനു ശേഷവും പ്രാദേശിക ഉദ്യോഗസ്ഥർ മുന്നോട്ട് കൊണ്ടുപോവുകയും അനവധിയായ ശിലായുഗ ശേഷിപ്പുകൾ വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്തു. കേരളത്തിൽ നിന്ന് ഇതുവരെ കണ്ടെത്തിയ ശിലായുഗ ശേഷിപ്പുകൾ പ്രധാനമായും മധ്യശിലായുഗത്തിലെയും നവീന ശിലായുഗത്തിലെയുമാണ്. 3 സെന്റിമീറ്ററിൽ താഴെയുള്ളതും ജാമിതീയ രൂപങ്ങളിലുള്ളതുമായ ചെറിയ ശിലായുഗങ്ങളാണ് മധ്യശിലായുഗത്തിന്റെ സവിശേഷതകൾ. ചുരണ്ടികൾ, മുനകൾ, ഉളികൾ, ചീളുകൾ, ചന്ദ്രകലാകൃതിയിലുള്ളവ എന്നിവയാണ് അക്കാലത്തെ പ്രധാന ആയുധങ്ങൾ. നവീന ശിലായുഗമായതോടെ ഉപകരണങ്ങൾ കൂടുതൽ മിനുക്കമേറിയതും പരിഷ്കരിച്ചതുമായി തീർന്നു. വടക്കൻ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച ശിലായുധങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ മഹാശിലാ സംസ്കാര സ്ഥാനങ്ങളിൽ നടത്തിയ ഉൽഖനനങ്ങൾ വലിയ തോതിൽ ഇരുമ്പ് ഉപകരണങ്ങൾ നിർമ്മിച്ചതിന്റെ തെളിവുകൾ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇരുമ്പ് ഉപകരണങ്ങളിൽ വാളുകൾ, വേലുകൾ, കുന്തങ്ങൾ, ഞെട്ടുള്ള കടാരകൾ, കത്തികൾ എന്നീ ആയുധങ്ങളും ഉൾപ്പെടുന്നു. അരിവാളുകൾ, ഉളികൾ, മുക്കാലി ഞെട്ടുകൾ, കുതിരമാലകൾ, മഴുകൾ, പൂളുകൾ, കൊളുത്തുകൾ, ഹാങ്ങറുകൾ, കഴപ്പക്കൊഴുനാക്ക് എന്നീ ഗാർഹിക ഉപകരണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇരുമ്പ് സംസ്കരണത്തിനുള്ള ഇരുമ്പയിരുകൾ ഉപരിതലത്തിൽ നിന്നോ ചെറു ഖനികളിൽ നിന്നോ ആണ് ശേഖരിച്ചിരുന്നത്.
നീർപ്പറ്റുള്ള മലമ്പ്രദേശങ്ങളായിരുന്നു അവർ കൂടുതലും തിരഞ്ഞെടുത്തത്. കുഴികളെടുത്താണ് അയിര് കണ്ടെത്തിയിരുന്നത്. ലോഹം സംസ്കരിക്കുന്നതിന് മുമ്പ് അയിര് വറുക്കുക, പൊടിക്കുക എന്നീ പ്രക്രിയകൾക്ക് വിധേയമാക്കിയിരുന്നു. വടക്കൻ കേരളത്തിലെ മഹാശിലാ സംസ്കാരത്തിലെ സ്മാരകങ്ങളിൽ നിന്നും ലഭിച്ച പ്രധാനപ്പെട്ട ഇരുമ്പ് കഷ്ണങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മഹാശിലാ സംസ്കാരം ശവസംസ്കാര സംബന്ധിയായ നിർമ്മാണങ്ങൾ കൊണ്ടും ആചാരപരമായ സവിശേഷതകൾ കൊണ്ടും കേൾവി കേട്ട മഹാശിലാ സംസ്കാരം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇരുമ്പ് യുഗവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മഹാശിലാ സംസ്കാരത്തിന് പ്രത്യേക പ്രാദേശിക അതിരുകളില്ല. ലോകത്താകമാനം അതിൻ്റെ അവശേഷിപ്പുകൾ കാണാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി മഹാശിലാ സംസ്കാരങ്ങൾ കാണപ്പെടുന്നത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന എന്നിവിടങ്ങളിലാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മഹാശിലാ സംസ്കാരങ്ങളെ പ്രധാനമായും 10 വിഭാഗങ്ങളായി തരംതിരിക്കാം. വൻതോതിൽ വ്യാപിച്ചെടുക്കുന്ന ഇവയുടെ കാലം പൊതു വർഷത്തിനു മുമ്പ് 1000-നും പൊതുവർഷം 500-നും ഇടയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മഹാശിലാ സംസ്കാരം 1823 കേരളത്തിലെ മലബാർ മേഖലയിലെ ജെ ബാബിങ്ടനാണ് കണ്ടെത്തിയത്. കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും അതിർത്തിയിൽ ചാലിയാർ തീരത്തുള്ള ചാത്തപ്പറമ്പ് മേഖല കണ്ടെത്തിയ കൂടക്കല്ലുകൾ അദ്ദേഹം ഉത്ഖനനം ചെയ്യുകയുണ്ടായി. തുടർന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും തദ്ദേശീയ ഗവേഷകരും ധാരാളം മഹാശിലാ സംസ്കാരങ്ങൾ കണ്ടെത്തുകയും ഉത്ഖനനം നടത്തുകയും കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിൽ കാണപ്പെടുന്ന മഹാശിലാ സംസ്കാരങ്ങൾ കുടക്കല്ലുകൾ, തൊപ്പിക്കല്ലുകൾ, നന്നങ്ങാടികൾ, മേശക്കല്ലുകൾ, നടുങ്കല്ലുകൾ, കൽവട്ടറകൾ, പത്തിക്കല്ലുകൾ, കൽവൃത്തങ്ങൾ എന്നീ വിഭാഗങ്ങളിൽ പെടുന്നു. ശവം പൂർണ്ണമായും മറവ് ചെയ്ത തരത്തിലുള്ള സ്മാരകങ്ങൾ കേരളത്തിൽ നിന്ന് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കുറച്ച് അവശിഷ്ടങ്ങൾ പെറുക്കിയെടുത്ത് സംസ്കരിച്ച തരത്തിലുള്ളവയാണ് ഇവിടുത്തെ സംസ്കാരങ്ങൾ. കളിമൺ പാത്രങ്ങൾ, മുത്തുകൾ, ഇരുമ്പുപകരണങ്ങൾ എന്നിവയാണ് പ്രധാന അനുബന്ധ വസ്തുക്കൾ. അപൂർവമായി സ്വർണവും ചെമ്പും ബ്രാസും കണ്ടെത്തിയിട്ടുണ്ട്. വടക്കൻ കേരളത്തിലെ മഹാശിലാ സംസ്കാരങ്ങളിൽ നിന്ന് കണ്ടെത്തിയ പ്രധാന വസ്തുക്കളാണ് ഈ ഗാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. മ്യൂസിയത്തിൽ പ്രധാനമായും പുരാതന വിഗ്രഹങ്ങളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ക്ഷേത്ര വാസ്തുവിദ്യ ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. കേരളത്തിലെ ആദ്യകാല ക്ഷേത്രങ്ങൾ ഗുഹാക്ഷേത്രങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്നവയായിരുന്നു. ഈ ഗുഹാക്ഷേത്രങ്ങളെ തമിഴ്നാട്ടിലെ, പ്രത്യേകിച്ചും പാണ്ഡ്യനാട്ടിലെ ഗുഹാക്ഷേത്ര മാതൃകയാണ് പിന്തുടരുന്നത്. എങ്കിലും വിന്യാസത്തിലും അലങ്കാര കലയിലും സ്തംഭഘടനകളിലും തനതായ സ്വഭാവം പ്രകടിപ്പിക്കുന്നവയാണ്. മഹോദയപുരം ചേരന്മാരുടെ കാലത്താണ് 9-12 നൂറ്റാണ്ടുകൾ ക്ഷേത്ര നിർമ്മാണത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ക്ഷേത്രത്തിന്റെ അടിസ്ഥാനപരമായ പ്ലാൻ കേരളത്തിലെ പൊതുവെ ഒരുപോലെയാണ് കാണപ്പെടുന്നത്. ഗർഭഗൃഹം ചതുരത്തിലോ ദീർഘചതുരത്തിലോ ഗജപുഷ്പാകൃതിയിലോ വൃത്താകൃതിയിലോ ആണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഗർഭഗൃഹത്തിലേക്കുള്ള ഏകപ്രവേശനം സോപാനപ്പടിയിലൂടെയാണ്. ശ്രീകോവിലിനു ചുറ്റും നടപ്പാതകളും മുന്നിലായി തൂണുകളോട് കൂടിയ നമസ്കാര മണ്ഡപവും ഉണ്ടായിരിക്കും. കലവറ, തിടപ്പള്ളി, ഭക്ഷണശാല എന്നിവ ഉൾക്കൊള്ളുന്ന നീളമുള്ള നാലമ്പലം അഥവാ ചുറ്റമ്പലം ക്ഷേത്രത്തിന്റെ ഭാഗമാണ്. ഉപദേവതകളുടെ പ്രതിഷ്ഠകളും നാലമ്പലത്തിൽ കാണാം. ഇത്തരത്തിലാണ് ക്ഷേത്ര വാസ്തുവിദ്യ പൊതുവെ കാണാറുള്ളത്. ഈ കാണുന്നതാണ് പുരാതന വട്ടെഴുത്ത് ലിപി. ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്കൻ ഭാഗങ്ങളിൽ നിലനിന്നിരുന്ന എഴുത്തു സമ്പ്രദായമാണ് വട്ടെഴുത്ത് ലിപി എന്ന് പദാനുപദമായ അർത്ഥം പറയാവുന്ന വട്ടെഴുത്ത് നാഗരികത. തമിഴ് ഗ്രന്ഥം, തെലുങ്ക്, കന്നഡ മുതലായ ലിപികളെ പോലെ തന്നെ വട്ടെഴുത്തും അശോകബ്രാഹ്മിയിൽ നിന്ന് ഊരിത്തിരിഞ്ഞു വന്നതാണെന്ന് കരുതപ്പെടുന്നു. ചേരപാണ്ഡ്യ നാട്ടിലെ ലിപി എന്ന അർത്ഥത്തിൽ ഇതിന് ചേരപാണ്ഡ്യൻ എഴുത്ത് എന്നും പേരുണ്ട്. ഈ ലിപികളുടെ മറ്റൊരു പേരാണ് ജ്ഞാനം, മോനം, ജിന്ന്, വന്ദനം എന്നർത്ഥമുള്ള മഹോദു. ചിന്മയം എന്ന വാക്കിന്റെ ആദ്യ 2 അക്ഷരങ്ങളായ ന, മോ എന്നിവയിൽ നിന്നാണ് ഈ വാക്കിന്റെ നിഷ്പത്തി. പണ്ടുകാലത്ത് ആചാരപ്രകാരം കുട്ടികളെ എഴുത്തിനെത്തുമ്പോൾ ന, മോ എന്ന ചിഹ്നം എന്ന് ഉച്ചരിച്ചിരുന്നു. 8-ാം നൂറ്റാണ്ടിന്റെ 2-ാം പാദത്തിൽ ഭരണം നടത്തിയിരുന്ന പാണ്ഡ്യരാജാവായ വരാന്തക നെടുഞ്ചെഴിയന്റെ മദ്രാസ് മ്യൂസിയം പ്ലേറ്റുകൾ, വേൾവിക്കൂടി പട്ടിയം, തിരുപ്പൻകുണ്ട്രം ശിലാലിഖിതം എന്നിവയാണ് പൂർണ്ണതയിലെത്തിയ വട്ടെഴുത്ത് ലിപിയിൽ എഴുതിയ കാലസൂചയുള്ള ലിഖിതങ്ങൾ. ചോളപാണ്ഡ്യ ദേശങ്ങൾ ഉൾപ്പെട്ടിരുന്ന തമിഴകത്തെ
അപേക്ഷിച്ച് കേരളത്തിൽ വട്ടെഴുത്ത് ലിപി ഏറെക്കാലം വരെ നിലനിൽക്കുകയുണ്ടായി. ഔദ്യോഗിക രേഖകളും സ്വകാര്യ രേഖകളും 9-ാം നൂറ്റാണ്ട് കാലം മുതൽ 15-16 നൂറ്റാണ്ടു വരെ ഈ ലിഖിതങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. വട്ടെഴുത്ത് പിന്നീട് അതിന്റെ ജീർണിച്ച രൂപമായ കോലെഴുത്തിന് വഴിമാറുകയാണ് ഉണ്ടായത്. പാശ്ചാത്യ മിഷനറിമാരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ആധുനിക വിദ്യാഭ്യാസം മാറ്റി നിർത്തുന്നതുവരെ കോലെഴുത്ത് ലിപി സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്കിടയിൽ 19-ാം നൂറ്റാണ്ട് വരെ പ്രചാരത്തിലുണ്ടായിരുന്നു. വട്ടെഴുത്ത് ലിഖിതങ്ങളിൽ സംസ്കൃതം വാക്കുകൾ എഴുതാൻ വല്ലഭഗ്രന്ഥ ലിപികളാണ് ഉപയോഗിച്ചിരുന്നത്. പല്ലവ ഗ്രന്ഥലിപിയിൽ നിന്നാണ് ആധുനിക മലയാള ലിപി രൂപം കൊണ്ടത്. വട്ടെഴുത്തിന് കാലാന്തരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത്തരത്തിൽ വന്ന മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഈ ഗാലറിയിലെ വട്ടെഴുത്ത് ലിപി ബോർഡുകൾ. മലയാള ലിപിയുടെയും മലയാള ഭാഷയുടെയും ഉത്ഭവങ്ങളെക്കുറിച്ചും നമ്മുടെ ചാനലിൽ വിശദമായി ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. തിരൂരിലെ തുഞ്ചൻ സ്മാരകത്തിന്റെ വീഡിയോ ആണ് അത്. ആ വീഡിയോ കാണാത്തവർ അതുകൂടി കണ്ടാൽ ലിപികളെ കുറിച്ചും കാലാന്തരങ്ങൾ കൊണ്ട് ലിപികളിൽ വന്ന മാറ്റങ്ങളും വളരെ വിശദമായി തന്നെ പഠന വിധേയമാക്കാനും അറിയാനും കഴിയും. മലബാറിലെ ചെങ്കൽ ഗുഹകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. കേരളത്തിൽ മലബാർ പ്രദേശത്ത് കണ്ടുവരുന്ന സവിശേഷമായ മഹാശിലാ സംസ്കാരമാണ് കൽവട്ടറ അഥവാ ചെങ്കൽ ഗുഹ. ചെങ്കൽ കുന്ന് തുറന്നുണ്ടാക്കിയ ഈ ഗുഹകളിൽ മരണപ്പെട്ടവരുടെ അസ്ഥികളും മറ്റ് അനുബന്ധ വസ്തുക്കളും അടക്കം ചെയ്യുന്നു. കുന്നുകളുടെ ചരിവുകളിലാണ് ഇവ സാധാരണമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലെ ചെങ്കൽ മേഖലകളിൽ ഇവ ധാരാളമായി കണ്ടെത്തിയിട്ടുണ്ട്. വൃത്താകൃതിയിൽ അർദ്ധഗോളാകൃതിയിലുള്ള മേൽക്കൂയോട് കൂടിയ ഗുഹകളാണ് കൂടുതലുള്ളത്. ദീർഘചതുരാകൃതിയിലുള്ള ഗുഹകളുമുണ്ട്. മിക്കവാറും ഗുഹകളുടെ മധ്യഭാഗത്ത് മേൽക്കൂര വരെ മുട്ടുന്ന തൂണുകളുണ്ടാവും. തൂണുകൾ വൃത്താകൃതിയിലും ചതുരാകൃതിയിലും കാണപ്പെടുന്നുണ്ട്. ഭൗമാന്തര ഭാഗങ്ങൾക്കുള്ള ഈ ഗുഹകൾ ഒറ്റ അറ ഉള്ളതോ കൂടുതൽ അറകളോട് കൂടിയതോ ആകാം. 1 മുതൽ 4 വരെ അറകളുള്ള ഗുഹകളുണ്ട്. മിക്കവാറും എല്ലാ ഗുഹകളിലും വശങ്ങളിലായി കല്ലിൽ കൊത്തിയ ബെഞ്ച് ഉണ്ടായിരിക്കും. ചിലതിന് മേൽക്കൂരയിൽ വൃത്താകൃതിയിലുള്ള കൽത്തൂണുകളുണ്ടായി കാണാം. അത് വൃത്താകൃതിയിലുള്ള മൂടിക്കല്ലുകൊണ്ട് അടച്ചു വെച്ചിരിക്കും. പൊതുവെ കാണുന്ന ഗുഹാ കവാടം സമചതുരത്തിലോ ദീർഘചതുരത്തിലോ ഉള്ളവയാണ്. ഈ കവാടങ്ങൾ ചതുരാകൃതിയിലുള്ള കല്ലുകൊണ്ട് അടച്ചു വെക്കുന്നു. ശവസംസ്കാര സംബന്ധിയായ ഭരണികൾ, ദീർഘാകൃതിയിലുള്ള പാത്രങ്ങൾ, കറുപ്പും ചുവപ്പും കലർന്ന പാത്രങ്ങൾ, കാലുള്ള മൺപാത്രങ്ങൾ, ശവപ്പെട്ടി, ഇരുമ്പ് ഉപകരണങ്ങൾ, വിവിധ തരത്തിലുള്ള മുത്തുമാലകൾ എന്നിവ ഇത്തരം ഗുഹകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നും ഇതുവരെ കണ്ടെത്തിയ ശവപ്പെട്ടികളെല്ലാം ചെങ്കൽ ഗുഹകളിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. ചെങ്കൽ ഗുഹക്കകത്ത് മരിച്ചവരുടെ അസ്ഥികൾ ചെറു പാത്രങ്ങളിൽ അടക്കം ചെയ്ത നിലയിലോ നിലത്ത് നേരിട്ട് നിക്ഷേപിച്ച നിലയിലോ ആണ് കാണപ്പെടുന്നത്. ശവസംസ്കാര സംബന്ധിയായ പാത്രങ്ങളും ഇരുമ്പ് ഉപകരണങ്ങളും വെക്കുന്നതിന് പ്രത്യേകിച്ചൊരു ക്രമം ഉള്ളതായി തെളിവുകളില്ല. ക്രമാതീതമായ നിലയിലാണ് ഇവ മിക്കവാറും കാണപ്പെടുന്നത്. ഗുഹകളിൽ ശവസംസ്കാര സംബന്ധിയായ വസ്തുക്കൾ അടക്കം ചെയ്യുന്നതിന്റെ ഏകദേശ മാതൃകയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. സിന്ധു നദീതടത്തിന്റെ നാഗരികതയെക്കുറിച്ചുള്ള ജോൺ മാർഷലിന്റെ പ്രഖ്യാപനം മുതൽ ഇപ്പോൾ സൈന്ധവ നാഗരികത അല്ലെങ്കിൽ ഹാരപ്പൻ നാഗരികത എന്നാണ് സാധാരണ ഇത് വിശേഷിപ്പിക്കുന്നത്. ഈ നാഗരികത സംസ്കാരം ഇന്ത്യയുടെ പുരാതന ഭൂതകാലത്തെക്കുറിച്ചുള്ള ജനകീയ ധാരണകളുടെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. സൈന്ധവ നാഗരികതയിലെ നഗരങ്ങളുടെ ആദ്യകാല ഉത്ഖനനങ്ങൾ നടന്നത് മോഹൻജാരോയിലും ഹാരപ്പയിലുമായിരുന്നു. മറ്റു നഗരങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും വലിയ നഗരസമുച്ചയങ്ങൾ ഉണ്ടായിരുന്ന ഗോഡ്ജി, കാലിബംഗൻ, രൂപാർ, രാഖിഗാന്ധി, ബനാബലി, ലോഥൽ, ധോരാവീര എന്നീ പിന്നീടുള്ള സംസ്ഥാനങ്ങളിലും പലതും ഉത്ഖനനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹാരപ്പൻ നാഗരികതയുടെ കാലത്തെ മുൻകാലങ്ങളിൽ ഹാരപ്പന് മുമ്പുള്ള കാലഘട്ടം അഥവാ 4-ാം സഹസ്രാബ്ദത്തിന്റെ അവസാനം മുതൽ പുതുവർഷത്തിന് മുമ്പ് 2500 വരെ പൊക്കമായ ഹാരപ്പൻ ഏകദേശം 2600 മുതൽ 1900 BC വരെ വിൽക്കാല
ഹാരപ്പൻ ഏകദേശം 1750 BCE വരെ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഹാരപ്പൻ പുരാവസ്തുക്കൾ അല്ലെങ്കിൽ ഹാരപ്പൻ രൂപഘടന, അലങ്കാരം, ഉപയോഗപ്രദമായ എന്നിവ സ്വാധീനിച്ച പ്രാചീന വസ്തുക്കൾ വിപുലമായ പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചുവന്ന പലതരത്തിൽ കറുപ്പും ചായം കൊണ്ടുള്ള സന്ധ്യകൾ, മൃഗങ്ങൾ, വരൂപത്തെ രൂപങ്ങൾ എന്നിവ വരച്ച ഹരപ്പൻ മൺപാത്രങ്ങൾ സവിശേഷമായ ഒന്നാണ്. സ്വർണം, ചെമ്പ്, കക്കത്തോട്, കല്ലുകൾ, സ്ലിംസ്ലൈറ്റ്, ആനക്കൊമ്പ് എന്നിവ ഉപയോഗിച്ചുള്ള മുത്ത് നിർമ്മാണം വിപുലമായ വ്യവസായമായിരുന്നു. ഹാരപ്പൻ സംസ്കാരാവശിഷ്ടങ്ങളിൽ ഏറെ അമ്പരപ്പിക്കുന്നത് മുദ്രകളാണ്. അവ പൊതുവെ ചെറുതും പരന്നതും ചതുരാകൃതിയിലുമുള്ളതും ദീർഘചതുരത്തിലുള്ളതുമാണ്. സിയറ്റൈറ്റ് കൊണ്ടുള്ള നിർമ്മിച്ച ഈ മുദ്രകളിന്മേൽ മനുഷ്യൻ്റെയോ മൃഗങ്ങളുടെയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ഉള്ളതോ ആയ ചിത്രീകരണങ്ങൾ കൂടാതെ ലിഖിതങ്ങളും കാണാം. ഈ ലിഖിതങ്ങൾ ഇപ്പോൾ വായിക്കപ്പെട്ടിട്ടില്ല. 1948 അന്നത്തെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷനായിരുന്ന സാർ മോർട്ടിമർ ലിവർകോച്ചിൻ്റെ പുരാതത്വ ഗവേഷണ വകുപ്പ് ലോൺ വ്യവസ്ഥയിൽ നൽകിയ ചില ഹാരപ്പൻ പുരാവസ്തുക്കളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇനി ആരാധനാ സമ്പ്രദായങ്ങൾ, മഹാവീര ശില്പം, ദ്വാരപാലക ശില്പങ്ങൾ എന്നിങ്ങനെ ഇവിടെ കൂടുതലായും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് ആധിപത്യത്തിന് മുമ്പ് മധ്യകാല കേരളത്തിൽ ഹിന്ദുക്കൾ, ജൈനർ, ബൗദ്ധർ, യഹൂദർ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നീ മത സാംസ്കാരിക വിഭാഗങ്ങൾ സഹപ്രവർത്തനത്തോടെ ജീവിക്കുന്നത് ചേര രാജാക്കന്മാരുടെ വരേണ്യ ബ്രാഹ്മണനോടൊപ്പം താരതമ്യേന സമാധാനപരമായ ഒരു കാർഷിക സമൂഹത്തിൻ്റെ അധ്യാപനപക്ഷം അലങ്കരിച്ചു. അതേസമയം തന്നെ ഈ രാജാക്കന്മാരുടെ കീഴിൽ ഹിന്ദു ഇതര മത ബന്ധങ്ങളുള്ള വ്യാപാരികളുടെയും കൗശലക്കാരായ വിദഗ്ധരുടെയും ചെറിയ കൂട്ടങ്ങളും ഉണ്ടായിരുന്നു. യഹൂദരുടെയും സിറിയൻ ക്രിസ്ത്യാനികളുടെയും ആഗമനം പുതുവർഷത്തിൻ്റെ ആദ്യ നൂറ്റാണ്ടുകളിൽ സംഭവിച്ചതായി ഐതിഹ്യങ്ങളും പുരാവൃത്തങ്ങളും സൂചിപ്പിക്കുന്നു. കേരളത്തിൽ മുസ്ലിങ്ങളുടെ ആഗമനം പ്രവാചകന്റെ കാലഘട്ടത്തു തന്നെ നടത്തിയതായി പുതിയ തെളിവുകൾ ലക്ഷ്യപ്പെടുത്തുന്നു. കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ കച്ചവടക്കാർ വഴിയാണ് കേരളത്തിൽ ജൈനമതം പ്രചരിക്കുന്നത്. അതിർത്തി ജില്ലകളായ വയനാട്ടിലും പാലക്കാട്ടും അവർ എപ്പോഴും അധിവസിക്കുന്നുണ്ട്. ജൈന തീർത്ഥങ്കരന്മാരായ സുപാർശ്വനാഥൻ, മഹാവീരൻ എന്നിവ ശില്പങ്ങൾ പാലക്കാട് ജില്ലകളിൽ ആലത്തൂരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എണ്ണത്തിൽ കുറഞ്ഞല്ലാത്ത ബുദ്ധ വിഗ്രഹങ്ങളും കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഈ ശില്പങ്ങൾ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ബുദ്ധ ജൈന സ്വാധീനമാണ്. ചേര ഭരണത്തിനു ശേഷം വന്ന നാടുവാഴി സ്വരൂപങ്ങളും വിവിധ മത സമൂഹങ്ങളെ കൈനീട്ടി വരവേൽക്കുകയുണ്ടായി. 11ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ മൂഷക രാജാവായ ശ്രീകണ്ഠൻ്റെ സദസ്സിലെ കവിയും ചരിത്രകാരനുമായ അതുലൻ തൻ്റെ മൂഷകവംശകാവ്യത്തിൽ കോല സംസ്ഥാനത്തെ മതസൗഹാർദ്ദത്തെ വിവരിക്കുന്നുണ്ട്. കോല സ്വരൂപത്തെക്കുറിച്ച് അദ്ദേഹം വിവരിച്ചത് നൂറ്റാണ്ടുകളോളം മലബാറിന് മുഴുവനായും യോജിക്കുന്നതായിരുന്നു. മുസ്ലിം സമുദായത്തോടുള്ള സാമൂതിരിയുടെ സൗഹൃദ പ്രസ്ഥാപനമാണ്. കോഴിക്കോട് മുച്ചുന്തിപ്പള്ളിയിലെ ലിഖിതം ഒരു ഹിന്ദു രാജാവ് തൻ്റെ തലസ്ഥാനത്ത് ഒരു മുസ്ലിം പള്ളിക്ക് സ്ഥലം ദാനം ചെയ്തതിൻ്റെ രേഖയാണ്. ഓരോ മതസമൂഹവും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ കൊളുത്തി ജീവിക്കുകയും പ്രാർത്ഥനകൾക്കായി ആരാധനാലയങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. മധ്യകാല മലബാറിലെ വിവിധ മത സാംസ്കാരിക വിഭാഗങ്ങളുടെ ആരാധനാ വസ്തുക്കളാണ് ഈ വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ദ്വാരപാലക ശില്പങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ക്ഷേത്രവാതിലുകളുടെ കാവൽക്കാരാണ്. ക്ഷേത്ര വാസ്തുവിദ്യയുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമാണ് ദ്വാരപാലക ശില്പങ്ങൾ. റിലീഫ് മാതൃകയിലും പൂർണ്ണ ശില്പ മാതൃകയിലുമുള്ള ദ്വാരപാലക വിഗ്രഹങ്ങൾ ജോഡികളായാണ് നിർമ്മിക്കപ്പെടുന്നത്. മുഖ്യ ദേവതകളുമായി ഈ ശില്പങ്ങൾ സാദൃശ്യപ്പെട്ടിരിക്കും. ക്ഷേത്ര സംരക്ഷകരായ ഭൂതങ്ങളായാണ് ഇവയെ ശില്പ സംഗ്രഹം പരിഗണിക്കുന്നത്. 4 കൈകളോട് കൂടിയ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ കൈകളിൽ വഹിക്കുന്ന വസ്തുക്കൾ ക്ഷേത്രവിശ്വാസ പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കി വ്യത്യാസപ്പെട്ടിരിക്കും. ശൈശവ ക്ഷേത്രങ്ങളിലെ ദ്വാരപാലകർ ത്രിശൂലവും പെരുമ്പറയും ഏന്തിയതാവും, വൈഷ്ണവ ക്ഷേത്രങ്ങൾ ഇവ ശംഖും ചക്രവും പേർന്നവയായും കാണുന്നു.
രണ്ടു തരം ക്ഷേത്രങ്ങളിലും താഴത്തെ ഇടതു കൈയിൽ ഗദ ഉണ്ടായിരിക്കും. തർജനീ മുദ്ര, അഭയമുദ്ര, സ്വർഗഹസ്തമുദ്ര എന്നിവയിലൊന്ന് പ്രദർശിപ്പിച്ച നിലയിലായിരിക്കും താഴത്തെ കൈകൾ ഉണ്ടാവുക. എന്നാൽ ഏറ്റവും സാധാരണമായി കാണുന്നത് തർജനി മുദ്രകളാണ്. കാഴ്ചക്കാരിൽ ഭയഭക്തി ജനിക്കുന്ന തരത്തിലുള്ള ദംഷ്ടകളാണ് ഇവയുടെ മുഖങ്ങൾ കൊത്തിവെക്കുന്നത്. ചില ശില്പങ്ങളിൽ തീജ്വാലയുടെ പ്രഭയോടുകൂടിയ കിരീടം ചാർത്തിയിരിക്കും. ഒരു കാൽ പീഠത്തിലും മറ്റേ കാൽ അല്പം മടക്കി നാഗത്തിൻ്റെ തലയിൽ വിശ്രമിക്കുന്ന നിലയിലുമാണ് പൊതുവെ ചിത്രീകരിക്കപ്പെടാറുള്ളത്. ഇടതുവശത്ത് സ്ഥാപിച്ച ദ്വാരപാലക ശില്പത്തിൻ്റെ ഇടത് കാലും വലതുവശത്ത് ശില്പത്തിൻ്റെ വലത് കാലും മടക്കിയ നിലയിലായിരിക്കും ചിത്രീകരണം. ശരീരത്തിൻ്റെ നില കാലുകളും പിൻഭാഗവും ഭാഗികമായി മുൻവശത്തേക്ക് തിരിഞ്ഞതോ കൈകൾ തുടയിൽ കലപ്പ പോലെ വെച്ച രൂപത്തിലോ ഇരു കൈകളും ഗോപുരത്തെ താങ്ങുന്ന നിലയിലുള്ളതോ ആയിരിക്കും. ദ്വാരഭാഗ ശില്പങ്ങളുടെ സ്ഥാനമനുസരിച്ച് അവയ്ക്ക് പ്രത്യേക പേരുകൾ നൽകാറുണ്ട്. രണ്ടാമത്തെ കവാടത്തിലാണെങ്കിൽ ചണ്ഡപ്രചണ്ഡ, മൂന്നാമത്തെ കവാടത്തിലാണെങ്കിൽ ജയവിജയ, അഞ്ചാമത്തെ കവാടത്തിലാണെങ്കിൽ ഹരഭദ്ര, സുഭദ്ര എന്നിങ്ങനെയാണ് പേരുകൾ നൽകാറുള്ളത്. അഹിംസാ പാരമ്പര്യവും ജീവിത പാരമ്പര്യവും പുലർത്തുന്ന പൗരാണിക സിദ്ധാന്തമാണ് ജൈനമതം. അത് ആഴത്തിലുള്ള പരിസ്ഥിതികാവബോധം ഉൾക്കൊള്ളുകയാണ് സമകാലിക വീക്ഷണം. ഇന്ത്യയിൽ ഉദയം കൊണ്ട ജൈനമതത്തിന് ഹിന്ദുമതത്തോടും ബുദ്ധമതത്തോടും ഒട്ടനവധി സാമ്യതകളുണ്ട്. തീർത്ഥങ്കരന്മാരെന്ന് വിശേഷിക്കപ്പെടുന്ന ജ്ഞാനിവര്യന്മാരാണ് ഈ വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രവാചകർ. ജൈനമത പാരമ്പര്യമനുസരിച്ച് 24ാമത്തെ തീർത്ഥങ്കരന്മാരാണ് വീരന്മാർ. ആകാശഗംഗയിലാണ് മഹാവീരൻ്റെ ജീവചരിത്രം ആദ്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. അതിനനുസരിച്ച് പൊതു വർഷത്തിനു മുമ്പ് 599 527 ആണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം. പൊതു വർഷത്തിനു മുമ്പ് 1-2 നൂറ്റാണ്ടിൻ്റെ വിരചിതമായ കൽപ്പസൂത്രയിലാണ് മറ്റു ചില തീർത്ഥങ്കരന്മാരുടെ വിശദമായ ജീവിത രേഖക്കൊപ്പം 24ാമത്തെ തീർത്ഥങ്കരമനായി മഹാവീരനെ ആദ്യമായി പരാമർശിച്ചു കാണുന്നത്. ആലത്തൂരിൽ നിന്നാണ് ശുഭാസനാഥൻ്റെ വിഗ്രഹത്തിനും വട്ടെഴുത്ത് ലിപിയിലെ ലിഖിതത്തിനുമൊപ്പം മഹാവീരൻ്റെ ഈ മനോഹര ശില്പം ലഭ്യമായത്. അർദ്ധപാരമ്പര്യ ആസനത്തിൽ കാലുകൾ പിണച്ച് ധ്യാനത്തിനിരയായി പീഠത്തിലിരിക്കുന്നതായാണ് രൂപം. പീഠത്തിൽ മഹാവീരൻ്റെ ലാഗ്നമായ സിംഹരൂപങ്ങൾ കൊത്തിയിരിക്കുന്നു. മഹാവീരൻ്റെ ശിരസിനു മുകളിൽ മുക്കുടയും ചിത്രീകരിച്ചിരിക്കുന്നു. കേരളത്തിലെ ക്ഷേത്രവാസ്തുവിദ്യ പറയുന്ന പോലെ തന്നെ പ്രധാനമാണ് കേരളത്തിലെ അക്കാലത്തെ മസ്ജിദുകളുടെ വാസ്തുവിദ്യകളും. ഇസ്ലാം മതവിശ്വാസികളുടെ ആരാധനാ കേന്ദ്രങ്ങളാണ് മസ്ജിദുകൾ. മസ്ജിദ് എന്ന അറബി വാക്കിൻ്റെ അർത്ഥം ഒരാൾ ദൈവത്തിന് മുന്നിൽ സ്വയം പ്രണമിക്കുന്ന സ്ഥലം എന്നാണ്. രൂപകൽപ്പനയിലും നിർമ്മാണ വസ്തുക്കളുടെ ഉപയോഗത്തിലും അവ പ്രദേശത്തെ ക്ഷേത്രങ്ങളെയാണ് മാതൃകയാക്കിയത്. മധ്യകാലഘട്ടത്തിൽ പള്ളിയിൽ സാധാരണയായി ഇനി പറയുന്ന ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നു: പ്രാർത്ഥനാമുറി, പ്രകാരം, മുറ്റം, കുളം, പ്രാർത്ഥന ഭിത്തിമാടം, പ്രസംഗപീഠം എന്നിങ്ങനെയാണ്. മിനാരങ്ങൾ പിൻകാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. മിഹ്റാബ് അഥവാ മക്കൾക്ക് അഭിമുഖമായാണ് നിൽക്കുക. ഇത്തരത്തിലായിരുന്നു അക്കാലത്തെ മസ്ജിദുകളുടെ വാസ്തുകലാ രൂപങ്ങൾ. പഴശ്ശിരാജ പുരാവസ്തു മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുകയും ചെയ്യുക. പുതിയ വിശേഷങ്ങളും കൗതുകമുണർത്തുന്ന കാഴ്ചകളുമായി മലബാർ സഫാരി നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരുന്നതാണ്. You are watching Malabar Safari.